ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്. ഇതിൻ്റെ 6ാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോ. ഇത് ഏറ്റവും ലാസ്റ്റ് പാർട്ട് കൂടിയാണ് കേട്ടോ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ. എ ട്രേഡിംഗ് ടൗൺ ഇൻ എ പാസ്റ്ററൽ സോൺ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മാരി എന്ന് പറയുന്ന ഒരു പട്ടണത്തെ പറ്റിയിട്ടാണ്. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനിലുള്ള തന്നെ ഒരു പട്ടണമാണ് മാരി എന്ന് പറയുന്നത്. വെറും പട്ടണമല്ല, അല്ലെങ്കിൽ വെറും ഒരു സിറ്റി അല്ല മാരി എന്ന് പറയുന്നത്. മെസപ്പൊട്ടേമിയക്കാരുടെ റോയൽ ക്യാപിറ്റലാണ് മാരി എന്ന് പറയുന്നത് കേട്ടോ. എന്ന് പറയുമ്പോൾ രാജകീയ തലസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത് മാരി. അത് വൺ വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. മെസപ്പൊട്ടേമിയക്കാരുടെ റോയൽ ക്യാപിറ്റൽ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഏതാണ് ഉത്തരം വരുന്നത്? മാരിയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി മാരിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് അത് റോയൽ ക്യാപിറ്റലായി മാറി എന്നുള്ളതൊക്കെ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്ന് പറയുമ്പോൾ മാരി എന്ന് പറയുന്നത് ആക്ച്വലി യൂഫ്രട്ടീസ് നദിയുടെ കരയിലായിരുന്നു സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത്? മാരി സിറ്റുവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഈ മാരി എന്ന് പറയുന്ന ഈ ഒരു പട്ടണത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു റോയൽ ക്യാപിറ്റലിനകത്ത് ഫാർമേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ പാസ്റ്ററലിസ്റ്റും ഉണ്ട്. എന്ന് പറയുമ്പോൾ കർഷകരും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കന്നുകാലിയൊക്കെ മേച്ച് നടക്കുന്നില്ലേ ആൾക്കാർ, ഇടയന്മാർ, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാർമേഴ്സും ഈ ഒരു പാസ്റ്ററലിസും, അല്ലെങ്കിൽ ഈ ഒരു കന്നുകാലി മേയ്ക്കുന്നവരും കർഷകരും തമ്മിൽ അത്യാവശ്യം നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അവരവരുടെ വസ്തുക്കൾ പരസ്പരം അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കൈമാറ്റം ചെയ്തെടുക്കുമായിരുന്നു. എന്ന് പറയുമ്പോൾ നമ്മുടെ കന്നുകാലിയൊക്കെ മേയ്ക്കുന്നവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവും? ഇപ്പോൾ പശുവൊക്കെ ആണല്ലോ അവർ മേയ്ക്കുന്നുണ്ടാവും. അപ്പോൾ പാലുണ്ടാവും, പിന്നെ എന്താണ് ചീസ്, ബട്ടർ, പിന്നെ അതുപോലെ ഷീപ്പൊക്കെ മേയ്ക്കുന്നവരുടെ കയ്യിൽ ഈ ആ ഒരു വൂളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ കർഷകരുടെ കയ്യിലാണെങ്കിൽ ധാന്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക, മെറ്റൽ ടൂൾസൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരിങ്ങോട്ട് അവരവരുടെ വസ്തുക്കൾ പരസ്പരം കൈമാറ്റം ചെയ്യുമായിരുന്നു. ആരൊക്കെയാണ്? കർഷകരും കന്നുകാലി മേയ്ക്കുന്നവരും തമ്മിൽ ഇങ്ങനെ കൈമാറ്റം ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്നാൽ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവന്മാർ തമ്മിലെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, കുറച്ച് തർക്കങ്ങളും ഉണ്ടായിരുന്നു. ആരൊക്കെ തമ്മിലാണ്? ഈ ഫാർമേഴ്സും, ഞാൻ മലയാളത്തിൽ പറയും കർഷകരും, എന്താണ് നമ്മുടെ കന്നുകാലി മേയ്ക്കുന്നവരും തമ്മിൽ, അല്ലേ? അപ്പോൾ എന്തായിരുന്നു പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഞാൻ സിമ്പിളായിട്ട് പറയാം, ശ്രദ്ധിച്ചു കേൾക്കൂട്ടോ. നമ്മുടെ ഈ കന്നുകാലി മേയ്ക്കുന്നവരില്ലേ, ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ട നമ്മുടെ കർഷകരുടെ പാടങ്ങളിലൂടെ ഈ കന്നുകാലികളെ മേച്ചുകൊണ്ടങ്ങ് പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താ സംഭവിക്കുക? അവിടെ തിളർത്ത് നിൽക്കുന്ന ആ ഒരു, ഇപ്പം എന്താണ് നെല്ലാണെങ്കിൽ നെല്ല്, എന്തായാലും ആ ഒരു പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ കന്നുകാലികൾ അതിനെ പുറത്തോട്ട് ചവിട്ടി മെതിച്ച് പോകുമ്പോൾ അതൊക്കെ നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചിതിന് പകരം വീട്ടാൻ വേണ്ടി കർഷകർ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഈ ഇവരെ ഈ, അതായത് കന്നുകാലി മേയ്ക്കുന്നവരെ പുഴയൊന്നും കടത്തി വിടത്തില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ നദി കുറുകെ കടക്കാൻ വേണ്ടിയിട്ട് ഇവരെ അനുവദിക്കില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഇടയിൽ, മീൻസ് ഫാമേഴ്സും ഹെർഡേഴ്സിൻ്റെ ഇടയിൽ ഒത്തിരി തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത് പറയുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഈ മാരി എന്ന് പറയുന്ന പട്ടണത്തിനകത്ത് പുറത്തു നിന്ന് വന്ന ഒരുപാട് ആൾക്കാർ അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കർഷകരായിട്ടോ അല്ലെങ്കിൽ കന്നുകാലി മേയ്ക്കുന്നവരായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും ഇങ്ങനെ അലങ്ങി തിരിഞ്ഞ് നടക്കുന്ന പല ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള, അവർ നമ്മൾ നൊമാഡ്സ് എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെയുള്ള പല ഗോത്രങ്ങളിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? എവിടെ എന്തെങ്കിലും തരത്തിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാരിയിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവരിവിടെ വരുമ്പോൾ ഈ സിറ്റിയിലെ പ്രത്യേകത കണ്ടിട്ട്, എവിടെ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു സിറ്റിയാണ്, ചെറിയൊരു പട്ടണമാണ് നമ്മുടെ മാരി. അപ്പോൾ എവിടത്തെ ഈ ഒരു സൗകര്യങ്ങളും എല്ലാം കണ്ടിട്ട് മതിമറന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്? എവിടെ തന്നെ താമസിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ക്ലിയർ ആയി? പക്ഷെ ഇങ്ങനെ സെറ്റിലായ അവരുടെ ഒരു, എന്താ പറയുക, ഒരു പൊസിഷൻ നോക്കണേ. അത് സെറ്റിൽ ചെയ്ത് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നടന്നവന്മാരാണ്. ഇവരെവിടെ സെറ്റിൽ ചെയ്യുന്നു? പതിയെ പതിയെ മാരിയുടെ രാജാക്കന്മാരായിട്ട്, അതായത് മാരിയിലുള്ള ഭരണം കൈയെടുക്കാൻ വരെ ഇവർക്ക് പറ്റുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ പല ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവർ. എവിടെ വന്നു, ജസ്റ്റ് വന്നു, ഇവർക്ക് ഇഷ്ടപ്പെട്ടു, ഇവരെവിടെ സെറ്റിൽ ചെയ്തു. പിന്നെ പതിയെ പതിയെ ഇവിടുത്തെ ഭരണമൊക്കെ ആരുടെ കയ്യിലാവുന്നുണ്ട്? അങ്ങനെ വന്നു ചേർന്ന ആൾക്കാരുടെ കയ്യിൽ ആയി മാറുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള അക്കാഡിയൻസ്, അമോറൈറ്റ്സ്, അസീറിയൻസ്, അരാമിയൻസ് എന്നൊക്കെ പറയുന്നത്. ഇത് നാല് വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വന്നു ചേർന്നവരാണ്, മാരിയിൽ തന്നെ ജനിച്ചവരല്ല, പുറത്തുനിന്ന് വന്നു ചേർന്നവരാണ്. ഇവരെ കണ്ട് ഇഷ്ടപ്പെട്ടു, ഇവിടെ സെറ്റിൽ ചെയ്തു, ഇവിടുത്തെ രാജഭരണം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ചും അവിടെ ഉണ്ടായിരുന്നത് മാരിയുടെ രാജാക്കന്മാരെന്ന് പറയുന്നത് അമോറൈറ്റ്സ് ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അമോറൈറ്റ്സ് ആയിരുന്നു. ചിലപ്പോൾ അത് മാത്രമായിട്ട് വൺ വേർഡ് ചോദിക്കാം, മാരിയുടെ രാജാക്കന്മാർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു? അമോറൈറ്റ്സ് ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അമോറൈറ്റ്സ് ആയിരുന്നു. പിന്നെ അവരുടെ
ഈ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് മാരിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കുറേ അന്തേവാസികൾ കാണുമല്ലോ, കുറേ ജനങ്ങളുണ്ടാവുമല്ലോ, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു ഈ പുറത്തു നിന്ന് വന്ന പ്രത്യേകിച്ച് ഈ അമോറൈറ്റ്സിൻ്റെയൊക്കെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ മാരിയിലുള്ള ആൾക്കാരാണെങ്കിൽ മെസ്സപ്പൊട്ടേമിയയിലുള്ള ദൈവങ്ങളെ മാത്രമായിരിക്കും അവരുടെ ക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നുണ്ടാവുക അല്ലേ. പക്ഷേ ഇത് പുറത്തുനിന്ന് വന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ അമോറൈറ്റ്സ് ഡാഗൺ എന്ന് പറയുന്ന ഒരു പുതിയ ദൈവത്തെ കൊണ്ടുവരികയാണ്. ഡാഗൺ എന്ന് വെച്ചാൽ ഗോഡ് ഓഫ് ദ സ്റ്റീപ്പി എന്നാണ് പറയുന്നത്. സ്റ്റീപ്പി എന്ന് വെച്ചാൽ മലനിരയുടെ ദേവനാണ്. ഓക്കെ, ഗോഡ് ഓഫ് ദ സ്റ്റീപ്പിയുടെ ദൈവമായിട്ടുള്ള ഡാഗണെ ഇവർ ആരാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡാഗൺ എന്ന് പറയുന്നതും ചിലപ്പോഴല്ല വൺ വേർഡ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഡാഗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പുറത്തുനിന്ന് വന്നിട്ടുള്ള പലരും എവിടെ കയറി സെറ്റിൽ ചെയ്തു. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത്രത്തോളം പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു നമ്മുടെ മാരി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് ആ പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ അത്രയും ഒരു സമ്പൽ സമൃദ്ധി ആ ഒരു പട്ടണത്തിന് വന്നു, ചെറിയൊരു ടൗണാണ്, അതിന് അങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് താഴോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. വേറെ ഒന്നുമില്ല, നമ്മുടെ മാരി യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഈ യൂഫ്രട്ടീസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? മെസ്സപ്പൊട്ടേമിയയിൽ നിന്ന് കച്ചവടത്തിനായിട്ട് വേണ്ടി പുറത്തോട്ട് പോകുന്നവരും മെസ്സപ്പൊട്ടേമിയയിലോട്ട് കച്ചവടത്തിനായിട്ട് പുറത്തുനിന്ന് അകത്തോട്ട് വരുന്നവരും ആരായാലും എല്ലാവരും ഈ പറയുന്ന യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നുണ്ടാവുക. ക്ലിയർ ആയോ? യൂഫ്രട്ടീസ് നദി കടന്നിട്ടേ അവർക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ, ട്രേഡിന് വേണ്ടിയിട്ട്. അപ്പോൾ യൂഫ്രട്ടീസിൻ്റെ തൊട്ടടുത്തല്ലേ മാരിയിരിക്കുന്നത്. അപ്പോൾ മാരിക്കാർ ചെയ്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ ഒരു ട്രേഡിന് വേണ്ടിയിട്ട് ഒത്തിരി ലോഡ്സും കാര്യങ്ങളായിട്ടൊക്കെ വരുന്ന കച്ചവടക്കാരുണ്ടാവില്ലേ, അപ്പോൾ ഇവരിങ്ങനെ നദി കടക്കുന്ന സമയത്ത്, ബോട്ടിൽ കിടക്കുന്ന ടൈമിൽ മാരിയിൽ സ്പെഷ്യലി നിയമിക്കപ്പെട്ടിട്ടുള്ള കുറേ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അവരുടെ ലോഡിൻ്റെ 10% ഇവർ ടാക്സ് ആയിട്ട് പിരിച്ചെടുക്കും. ഓക്കെ, അവരുടെ ഐഡിയ നോക്കണേ. അവർക്കിപ്പം എത്ര ലോഡുണ്ടോ അതിൻ്റെ 10% ഈ മാരിയിലുള്ള ഓഫീസേഴ്സ് അവരിൽ നിന്നും അവരിൽ നിന്ന് മേടിക്കും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, ട്രേഡിന് വേണ്ടിയിട്ട് പോകുന്നത് 1-2 ആൾക്കാരാണോ? അല്ല, ഒത്തിരി പേര് പോകുന്നുണ്ടല്ലേ. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു 1/10 പോർഷൻ ഇങ്ങനെ ഇവർ ടാക്സ് എന്ന പേരിൽ നികുതി എന്നുള്ള പേരിൽ ഇങ്ങനെ കപ്പം പിരിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പൈസയൊക്കെ കൊണ്ടാണ് നമ്മുടെ മാരി അത്രത്തോളം സമ്പൽ സമൃദ്ധി നേടിയത്, പ്രോസ്പെറസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ക്ലിയർ ആയ ഒരു ഗുഡൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ മാരി എന്ന് പറയുന്നത് നോക്കിയേ, വാസ് നോട്ട് മിലിറ്ററി സ്ട്രോങ്, ഇറ്റ് വാസ് എക്സെപ്ഷണലി പ്രോസ്പെറസ്. നോക്കി, മിലിറ്ററി ഒരു സൈന്യപരമായിട്ട് നമുക്കിപ്പോൾ ഒരു രാജ്യം ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടുത്തെ സൈന്യശക്തി അത്രത്തോളം ഉണ്ടായിരിക്കണം അല്ലേ. ഓക്കെ, പക്ഷേ എവിടെ നോക്കിയേ, മാരി എന്ന് പറയുന്നത് അവിടെ മിലിറ്ററിയിലൊന്നും ഒരു സ്ട്രോങ്ങും അല്ല, ഒരു സ്ട്രെങ്തും ഇല്ല മിലിറ്ററിയിലൊന്നും, മീൻസ് സൈന്യശക്തിയൊന്നും അവിടെ ഇല്ല. പകരം ഈ ഒരു ടാക്സിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ ഒരു പ്രദേശം ഇത്രത്തോളം പ്രോസ്പെറസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അതായത് അത്രത്തോളം വികസിതമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ മാരി എന്ന് പറയുന്നത്, ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇത് നമുക്ക് 6 മാർക്കിനും അല്ലെങ്കിൽ ഒരു 4 മാർക്ക് ഈ ഒരു റേഞ്ചിന് ഒരു ഷോർട്ട് നോട്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് മാരി ഇത്രത്തോളം പ്രോസ്പെറസ് ആയി എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം, ഒരു ഷോർട്ട് എസ്സേ ലെവലിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളിത് കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 1 വേർഡ്സും ചോദിക്കാം. ചിലപ്പോൾ റോയൽ ക്യാപിറ്റൽ ഏതാണെന്ന് മാത്രം ചോദിക്കുന്ന വർഷങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ ഗോഡിൻ്റെ പേരില്ല ഡാഗൺ എന്ന് പറയുന്നത്, അത് മാത്രം ചോദിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരായിരുന്നു? അമോറൈറ്റ്സ്. ഞാൻ ഇടയിൽ പറഞ്ഞു പോയില്ലേ. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഒരു 1 വേർഡ് ചോദിച്ച് മാത്രം ചിലപ്പോൾ നിർത്താനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ട് ഈ മാരി എന്ന് പറയുന്ന ചോദ്യം മസ്റ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ ഏത് വിധേനയാലും ഇത് കംപ്ലീറ്റ്ലി പഠിച്ചു വെച്ചാൽ മാർക്ക് ഉറപ്പാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു കുഞ്ഞു കഥയാണ് കേട്ടോ. കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? ഓക്കെ, എന്തായാലും ഇവിടെ നോക്കൂ, സിറ്റീസ് ഇൻ മെസ്സപ്പൊട്ടേമിയൻ കൾച്ചർ. അതായത് മെസ്സപ്പൊട്ടേമിയൻ സംസ്കാരത്തിനകത്ത് നഗരങ്ങളുടെ പ്രാധാന്യം എന്തായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കഥ അങ്ങോട്ട് എഴുതി വച്ചാൽ മതി, സെറ്റാണ്. ഓക്കെ, എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാലോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉറൂക്ക് എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ടായത്, നമ്മൾ ആദ്യത്തെ വീഡിയോയിലേക്ക് കേട്ട് വരുന്നതാണ് ഉറൂക്ക് എന്ന് പറയുന്ന പട്ടണം. ഓക്കെ, മെസ്സപ്പൊട്ടേമിയയിലുള്ള ഒരു നഗരമാണ് ഉറൂക്ക്. അപ്പോൾ ഉറൂക്കിലെ ഒരു ഭരണാധികാരിയാണ് ഗിൽഗാമേഷ് എന്ന് പറയുന്നത്. ആരാണ്? ഗിൽഗാമേഷ്
ഗിൽഗാമേഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഗിൽഗാമേഷ് അദ്ദേഹത്തിൻ്റെ ഒരു എപ്പിക്കുണ്ട്, ഗിൽഗാമേഷ് എപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഗിൽഗാമേഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിൽഗാമേഷിന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മരിക്കുമ്പോൾ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെ മരിക്കുകയാണെന്ന് വെച്ചോ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഭയങ്കര സങ്കടമായിരിക്കില്ലേ, ഞെട്ടലായിരിക്കില്ലേ? അതേ ഫീലിങ്സ് തന്നെയാണ് നമ്മുടെ ഗിൽഗാമേഷിന് ഉണ്ടായത്. അപ്പോൾ ഗിൽഗാമേഷ് ഭയങ്കര സങ്കടമായിപ്പോയി പുള്ളിക്കാരന്. അപ്പോൾ ആ സങ്കടം മറികടക്കാൻ വേണ്ടി ലോകം ചുറ്റാൻ പോയി. അതായത് എന്താണ് ആക്ച്വലി നമ്മുടെ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന കാര്യം ഇതായിരുന്നു, ടു ഫൈൻഡ് ദ സീക്രട്ട് ഓഫ് ഇമ്മോർട്ടാലിറ്റി. ഓക്കെ, അതേ ലോകം ചുറ്റിയിട്ട് ഈ മരിച്ചതിന് ശേഷം എന്തായിരിക്കും ലൈഫ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ജിജ്ഞാസയോടുകൂടി നമ്മൾ ഇയാൾ ലോകം ചുറ്റാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഫ്രണ്ട് മരിച്ചതിന് ശേഷം, മരണത്തിന് ശേഷം ഇമ്മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ രഹസ്യം എന്താണ്, നിഗൂഢത എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇയാൾ നദിയും കടലും ഒക്കെ നദിയൊക്കെ കടന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വീണ്ടും അങ്ങനെ യാത്ര ചെയ്തപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്തെന്ന് പറഞ്ഞ് കിട്ടുന്ന കാര്യങ്ങളാണ്. അവിടെ നമുക്കറിയാൻ പറ്റും നമ്മൾ മരിച്ചതിന് ശേഷം എവിടെ പോകുന്നു, എന്താവും എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ ഇയാൾക്കും ഇങ്ങനെ കുറേ അലങ്ങി തിരിഞ്ഞ് തേരാപ്പാര നടന്നു. എന്നിട്ട് അതിനുശേഷം വീണ്ടും ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തോട്ട് തിരിച്ചു വരികയാണ്, ഉറൂക്കിലോട്ട് വരികയാണ്. അപ്പോൾ വന്നപ്പോൾ ഇയാൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് തൻ്റെ രാജ്യത്തുള്ള ഈ സിറ്റീസിൻ്റെ ആ ഒരു ഭംഗി ഇയാൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഈ പട്ടണങ്ങളുടെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ അത് ആ നിർമ്മാണ രീതിയിലുള്ള മികവിനെ പറ്റിയിട്ടൊക്കെ അയാൾ അന്നേരം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഈ തൻ്റെ സിറ്റീസിലെ മെസപ്പൊട്ടേമിയയിലെ നഗരങ്ങളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ആ ഫ്രണ്ട് മരിച്ച ദുഃഖം ഇയാൾക്ക് മറക്കാൻ പറ്റി. ഓക്കെ, അല്ലെങ്കിൽ ആ ദുഃഖം മാറ്റാൻ പറ്റിയെന്നാണ് ഈ കഥ നമ്മളോട് പറയുന്നത് കേട്ടോ. എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മെസപ്പൊട്ടേമിയയിലുള്ള ആൾക്കാർക്ക്, ജനങ്ങൾക്ക് അല്ലെങ്കിൽ റൂളേഴ്സിന് ആർക്കായിക്കോട്ടെ, അവർക്ക് സിറ്റീസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, മീൻസ് സിറ്റീസിന് അവർ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയായിരുന്നു ഈ സിറ്റീസും ടൗൺസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതാണ് ആ ഒരു കുഞ്ഞു കഥയാണ് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്, ദ ലെഗസി ഓഫ് റൈറ്റിംഗ്. എല്ലാ വർഷവും ഷുവറായിട്ട് ചോദിക്കുന്ന 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, എളുപ്പമാണ് കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മുടെ മെസോപ്പൊട്ടേമിയൻകാർ റൈറ്റിങ്ങിലോട്ട് നൽകിയിട്ടുള്ള സംഭാവന, ലെഗസി എന്ന് വെച്ചാൽ സംഭാവനയാണ്, കോൺട്രിബ്യൂഷൻ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ എന്തൊക്കെ സംഭാവനകളാണ് അവർ നൽകിയിട്ടുള്ളതെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ചും 2 മേഖലകളിലായിരുന്നു ഇവർ സംഭാവന നൽകിയത്. ഒന്ന് മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രത്തിലും, ദെൻ ഓൾസോ ടൈം റെക്കോർഡിംഗ്. ഓക്കെ, സമയം രേഖപ്പെടുത്തുന്നതിലൊക്കെയാണ് അവർ കൂടുതലായി സംഭാവനകൾ നൽകിയിട്ടുള്ളത്. താഴോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ മാത്തമാറ്റിക്സ് ഒന്നും കണ്ട് പേടിക്കേണ്ട, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇത് എക്സാമ്പിൾ പറയുന്നതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു മെസപ്പൊട്ടേമിയൻകാർ ഈ പറയുന്ന പോലെ മാത്തമാറ്റിക്സിൽ, ഗണിതശാസ്ത്രത്തിൽ ഒരുപാട് സംഭാവന നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ, കോൺസെപ്റ്റ്സുകൾ, ഇതെല്ലാം സംഭാവന ചെയ്ത ആരായിരുന്നു? നമ്മുടെ മെസപ്പൊട്ടേമിയൻസ് ആണ്. അതുപോലെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യം, സ്ക്വയർ റൂട്ട് ഓഫ് 2, നമ്മുടെ 2ൻ്റെ സ്ക്വയർ റൂട്ട് 10ൽ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. 2ൻ്റെ സ്ക്വയർ റൂട്ടൊക്കെ ആദ്യം കണ്ടുപിടിച്ചത് നമ്മുടെ മെസപ്പൊട്ടേമിയൻകാരായിരുന്നു. പക്ഷെ അവിടെ ഓർക്കുക, ഇവർ കണ്ടുപിടിച്ച മീൻസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നമ്പർ ആയിരിക്കുമല്ലോ, വാല്യൂ ആണ്. അപ്പോൾ ഇവർ കണ്ടുപിടിച്ച വാല്യൂ നിന്നും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഒറിജിനൽ വാല്യൂവിൻ്റെ, മീൻസ് സ്ക്വയർ റൂട്ടിനെന്ന് പറയുന്നത്. ആക്ച്വലി 1.414 ഒക്കെയാണ് നമ്മുടെ അതിൻ്റെ വാല്യൂ വരുന്നത്, അല്ലേ? അപ്പോൾ അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം മാത്രമേ നമ്മുടെ മെസപ്പൊട്ടേമിയൻസ് കണ്ടുപിടിച്ച 2ൻ്റെ സ്ക്വയർ റൂട്ടിൽ വരുന്നുള്ളൂ. നമ്മൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. മാത്തമാറ്റിക്സിൽ ഒത്തിരി കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അഡിഷൻ, സബ്ട്രാക്ഷൻ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ കൊണ്ടുവന്നത് മെസപ്പൊട്ടേമിയൻകാരാണ്. 2ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചത് മെസപ്പൊട്ടേമിയൻകാരാണ്. ഇങ്ങനെ നമ്മൾ അവിടെ എഴുതി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ മേഖലയായിരുന്നു നമ്മുടെ ടൈം റെക്കോർഡിംഗ് എന്ന് പറയുന്നത്, അല്ലേ? എന്ന് പറയുമ്പോൾ സമയത്തിൻ്റെ കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുക. എന്ന് പറയുമ്പോൾ നമ്മുടെ മെസപ്പൊട്ടേമിയൻകാർ അവർക്ക് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ളൊരു കലണ്ടർ കൊണ്ടുവരികയാണ്. കലണ്ടർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരുടെ കലണ്ടർ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. അവരുടെ കലണ്ടറിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വർഷം. ഓക്കെ, ഒരു വർഷം എന്ന് പറയുന്നത് ആ ഒരു വർഷത്തിൽ 12 മാസങ്ങളുണ്ട്. എത്ര മാസമാണ്? 12 മാസം. ഓക്കെ, പിന്നെ ഒരു മാസം എന്ന് പറയുമ്പോൾ 4 ആഴ്ചകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, 4 വീക്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഒരു ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറുണ്ട്. പിന്നെന്താണ്, ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ഉണ്ട്. എടാ, ഞാൻ ചോദിക്കട്ടെ, ഇതേ സെയിം അല്ലേ നമ്മളെപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത്? അപ്പോൾ പിന്നെ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? എളുപ്പമല്ലേ? ഓക്കെ, അതായത് മെസപ്പൊട്ടേമിയൻകാർ
അമ്മയെ കൊണ്ടുവന്ന കലണ്ടർ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത് അല്ലേ? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് അവിടെ ഇത് എഴുതേണ്ട പോയിൻ്റാണ് കേട്ടോ. ഇത് സിമ്പിളാണെങ്കിൽ നമ്മൾ എഴുതുക. ഓക്കെ, എന്താണ് ഒരു വർഷം, എന്താണ് 12 മാസമുണ്ട്, പിന്നെ എന്താണ് നമ്മുടെ ഒരു മാസം എന്ന് പറയുന്നത് 4 ആഴ്ചകളാണ്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്, ഒരു മണിക്കൂറിൽ 60 മിനിറ്റുകളുമുണ്ട്. ഇത്രയും കാര്യം, ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എഴുതി പോകാമെന്നുള്ള കാര്യമല്ലേ ഉള്ളൂ. ഓക്കെ, ഇത് ഇങ്ങനെയായിരുന്നു അവരുടെ കലണ്ടറിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കലണ്ടർ ലോകമെമ്പാടും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കലണ്ടറാണ് കേട്ടോ, സ്വീകരിച്ചിട്ടുള്ള ഒരു കലണ്ടറാണ്. പ്രത്യേകിച്ചും അടുത്ത അലക്സാണ്ടറിൻ്റെ കാലയളവിലും ഇസ്ലാമിൻ്റെ മീൻസ് ഇസ്ലാം മതത്തിലും പിന്നെ അതുമാത്രമല്ല റോമാക്കാരുടെ സാമ്രാജ്യത്തിലായാലും ഒക്കെയും ലോകമെമ്പാടും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കലണ്ടറാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. മെസോപ്പൊട്ടേമിയൻ കാലമാണ്, പക്ഷേ ഇതിനെ കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മളിവിടെ പഠിച്ചു വെക്കുക. പിന്നെ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ്, ഈ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്രഹണമൊക്കെ ഉണ്ടല്ലോ, അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മലയാളത്തിൽ പറയില്ല, ആ കാര്യം തന്നെയാണ്. അപ്പോൾ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സുകളും എന്ത് ചെയ്തിരുന്നു, നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ചിട്ട് അതിൻ്റെ റെക്കോർഡുകളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എന്തൊക്കെയായിരുന്നു? ആദ്യം നമ്മൾ പറഞ്ഞത് മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രത്തിലുള്ള കോൺട്രിബ്യൂഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ആ സംഭവങ്ങളൊക്കെ എഴുതി വയ്ക്കുക. പിന്നെ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 2, അത് മറന്നു പോകരുത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എഴുതണം ടൈം റെക്കോർഡിങ്ങിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അവരുടേതായുള്ള കലണ്ടർ കൊണ്ടുവന്നു. ഒരു വർഷം 12 മാസം, ഒരു മാസം 4 ആഴ്ച, ഒരു ദിവസം 24 മണിക്കൂർ, ഒരു മണിക്കൂർ 60 മിനിറ്റ്. ക്ലിയർ ആണല്ലോ? പിന്നെ ലാസ്റ്റ് സോളാർ ആൻഡ് ലൂണർ എക്ലിപ്സുകൾ അവർ നോക്കി, എന്നിട്ട് റെക്കോർഡുകളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും പറയുമ്പോൾ നമ്മുടെ ലെഗസി ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു രീതി ചോദിക്കാറുണ്ട്. അതായത് ലെഗസി ഓഫ് മെസോപ്പൊട്ടേമിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ടൈം റെക്കോർഡിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്. അങ്ങനെ ചോദിക്കുമ്പോൾ ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണെന്നൊന്നും നിങ്ങൾ പേടിക്കരുത്. ഈ ഇതിലുള്ള വേർഡ്സ് തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വായിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ വന്നാൽ സ്കിപ്പ് ചെയ്യാതെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫുൾ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ്. പല കാര്യങ്ങളും എസ്സേ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.